ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താ പറയുക, ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ. കാരണം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്, അപ്പം ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. എന്താണ് അപ്പം കുട്ടികളെയും കൂട്ടി ഞങ്ങൾ പോവുകയാണ്. മണ്ണാർക്കാട് പോയിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോഴാണ് ഇക്ക വന്നത്. ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ മണ്ണാർക്കാട്ടേക്ക് ഡ്രസ്സ് എടുക്കാൻ പോണത്. അപ്പോൾ എവിടെ കയറും, എങ്ങോട്ട് പോകും ഒക്കെ ഒരു കൺഫ്യൂഷനും, എന്താ പറയുക, മനസ്സിനാണെങ്കിൽ അത് കിട്ടുമോ. എപ്പോഴും ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുമാതിരി എന്താണ്, മനസ്സിനാണെങ്കിൽ അതൊരു കിട്ടാൻ കുറച്ച് പണിയാകലുണ്ട്. ഇന്നും ഇപ്പം എന്താവും എന്നറിയാതെ പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴ. അപ്പം ഞങ്ങളിങ്ങനെ പാർക്കിംഗ് ഏരിയ കൂടെ ഇങ്ങനെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ പോയത് സാമിയയിലോട്ടാണ് കേട്ടോ. സാമിയയിലോട്ടാണ്. ഫ്രണ്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. മഴയൊക്കെ ആയത് കാരണം എനിക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇക്ക വരുന്നവരെ ഞാനിങ്ങനെ ചുറ്റി വീഡിയോ എടുക്കുകയാണ്. കാരണം എന്താ പറയുക, ഇക്ക വന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പോവാ പറഞ്ഞിട്ട് അങ്ങനെ ഇക്കാനെ വെയിറ്റ് ചെയ്തു. ഇക്ക വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടെ ഇരുന്നല്ലോ. അങ്ങനെ ആദ്യം മോൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് പോയത്. അവൻ്റെ ഒരുപാട് ഷർട്ട് ഇട്ട് നോക്കുകയാണ്. ഇതൊന്നും അവനക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അവൻ സെലക്ട് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. അവനക്ക് അളവ് കിട്ടുന്നില്ല. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഷോൾഡർ കറക്റ്റ് ആവുമ്പോൾ ഇറക്കം ഉണ്ടാവില്ല. ഇറക്കം കറക്റ്റ് ആവുമ്പോൾ ഷോൾഡർ ഒരുപാട് ഇങ്ങോട്ട് താഴത്തോട്ട് വന്നിട്ടൊക്കെ അങ്ങനെയൊക്കെ. അവൻ തടിയില്ലാത്തത് കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ചുരുങ്ങിയതൊരു ഏകദേശം നല്ലൊരു സമയം അവനക്ക് സെലക്ട് ചെയ്യാൻ തന്നെ വന്നു കേട്ടോ. ഷർട്ട് ഏതും പാകാവണില്ല എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ടീഷർട്ടും പിന്നെ കോട്ടും ആയിട്ടുള്ളത് കളർ ചേഞ്ചിൽ അതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. കുറച്ച് കോസ്റ്റ്ലി ആണ് എങ്കിൽ പോലും അതാണ് സെലക്ട് ചെയ്തത്. കാരണം അവനക്കൊന്ന് കിട്ടണ്ടേ. പിന്നെ ഇങ്ങനത്തത് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ അവന് ഇതൊന്നും വിടുന്നുമില്ല. അങ്ങനെ എന്താ പറയാ, ഈ ഒരു മോഡലാണ് കേട്ടോ എടുത്തത്. പിന്നെ എടുക്കാൻ പോയത് രണ്ടാമത്തെ കുട്ടിക്കാണ്, മിസ്നാക്കാണ് എടുക്കാൻ പോയത് കേട്ടോ. മോൾക്ക് അവൾക്ക് ഉടുപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞു. അവൾക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ട. അവളെപ്പോഴും ഒരു ഉടുപ്പിന്റെ ആളാണ്. ഉടുപ്പ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ബുധനാഴ്ച സ്കൂള് കളറുള്ള ദിവസവും എല്ലാം അതന്നെ കേട്ടോ. അപ്പൊ അത് കാരണം ഉടുപ്പ് എടുത്തു കൊടുക്കണില്ല. വേറെ ഏതെങ്കിലും അവൾക്ക് പറ്റുമോ നോക്കട്ടെ വിചാരിച്ച് ആദ്യം ഇതൊക്കെ എടുത്തു. പിന്നെ അവൾക്കൊന്നും അങ്ങോട്ട് മുഖം തെളിയണില്ല. പിന്നെ ഈ ഒരു ഉടുപ്പ്, പിന്നെ അവൾക്ക് ഉടുപ്പ് തന്നെ വാങ്ങിക്കൊടുത്തു. അപ്പൊ ആ ഒരു വൈറ്റും പിങ്കും ആയിട്ടുള്ളത് അവൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ ഒരു റെഡാണ്, ഈ ഒരു മെറൂൺ കളർ, റെഡ് അല്ല കേട്ടോ ഇതൊരു മെറൂൺ കളറാണ്. വീഡിയോയിൽ അങ്ങനെ റെഡായി തോന്നുന്നതാണ്. അടുത്തത് മൂത്ത മോള് ഊഴാണ്. അവള് പിന്നെ എന്താ പറയാ, ഡ്രസ്സ് ഇട്ടത് വീഡിയോ എടുക്കാനൊന്നും അവള് സമ്മതിക്കുന്നില്ല. കണ്ടില്ലേ, പിന്നിലോട്ടൊക്കെ ഒളിച്ച് നിൽക്കുകയാണ്. എടുക്കണ്ട പറഞ്ഞിട്ട്. അവളും ആദ്യം ഇങ്ങനെ പാൻറ്റും ടോപ്പും ആയിട്ടുള്ള ഒരു മോഡലാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ മോഡലിന്റെ പേരറിയില്ല. പക്ഷെ അവള് വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത കാരണം എനിക്കത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പല തവണ ശ്രമിച്ചു. പിന്നെ അവൾക്ക് അത് ഇഷ്ടപ്പെടാണ്ട് അവള് ഉടുപ്പ് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവള് റൂമിലേക്കൊന്നും പോകാനായിട്ട് നിന്നില്ല. അവൾ ഇട്ട ഡ്രസ്സിന്റെ മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ എന്താ പറയാ ഇട്ട് നോക്കുകയാണ്. അവള് വീഡിയോ എടുക്കണേനൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് അങ്ങനെ അവൾ ഇതാണ് സെലക്ട് ചെയ്തത്. പക്ഷെ ഇതിന് അവൾക്ക് പിന്നെ കൈ വേണം. അങ്ങനെ കൈയില്ലാണ്ട് അവൾ ഇടൂല. അപ്പൊ ഇതിന് കൈ നോക്കിയ സമയത്ത് ഇങ്ങനെ ലൈനിങ് ഒക്കെ നോക്കിയ സമയത്ത് കിട്ടിയില്ല. ഈ ഒരു കളറിന് മാച്ചിങ് ആയിട്ട് കിട്ടിയില്ല. പിന്നെ അവൾ ഇതിന്റെ ഒരു പിങ്ക് ആണ് കേട്ടോ അവള് സെലക്ട് ചെയ്തത്. ഇതേ മോഡല് പിങ്ക്. അതെനിക്ക് വീഡിയോ കിട്ടിയില്ല. കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഭയങ്കര ലോ ആയിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ വീഡിയോ ഒന്നും പിന്നെയും ഞാനൊക്കെ സെലക്ട് ചെയ്യണം, എൻ്റെ വീഡിയോ എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതവിടെ എന്നാ വേണ്ട പിന്നീടാവാം, എന്തായാലും ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ബാറ്ററി ലോ ആയതുകൊണ്ട് മാത്രം അതൊന്നും വീഡിയോ എടുത്തില്ല. പക്ഷെ ഞാൻ എന്താണ് ചാർജ് സേവ് ചെയ്തത് വെറുതെ ആയിപ്പോയി. കാരണം എനിക്ക് ഡ്രസ്സേ കിട്ടിയില്ല. എൻ്റെ ഡ്രസ്സ് കാണിക്കാനായിട്ട് ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ. കാരണം എൻ്റെ മനസ്സിനൊത്തൊരു ഡ്രസ്സ് എനിക്ക് അവിടെ അത്രയും വലിയ ഷോപ്പിൽ എനിക്ക് മനസ്സിനിണങ്ങിയ ഒരു ഡ്രസ്സ് കിട്ടിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ ഞങ്ങൾ പോവുകയാണ്. പിന്നെ മനസ്സിനിണങ്ങിയതിന് ഒരുപാട് വില കൊടുത്താലൊക്കെ കിട്ടും.
പാകത്തൊരു റേറ്റിലൊക്കെ കിട്ടിയില്ല. അപ്പോൾ പിന്നീട് നമുക്ക് പോയി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക എന്നാൽ ശരി എന്നും പറഞ്ഞ് ഇക്കാക്ക് കൊടുക്കണം, എനിക്ക് കൊടുക്കണം, എന്നാൽ പിന്നീട് ആകാന്ന് പറഞ്ഞ് ഞങ്ങൾ പോവാണ്. പോവാൻ നേരം പിന്നെ കാറിൽ ചാർജ് ചെയ്തിട്ടുങ്ങാണ്ട് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴി ഒരു ഹോട്ടലിൽ അവിടെ നിർത്തി ചായയും പരിപ്പുവടയല്ല പഴംപൊരിയും ഒക്കെ കഴിച്ചു. പിന്നെ 9 മണി, ഏകദേശം 9 മണി ആകാറായിട്ടുണ്ട് കേട്ടോ. 5 മണിക്ക് പുറപ്പെട്ട് ഞങ്ങൾ അവിടെ ഒരു 5:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഷോപ്പിംഗ് തുടങ്ങിയിട്ട് 9 മണിയായിട്ടാണ് ഞങ്ങളൊന്ന് പിരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ പോകാൻ നേരം അവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ അവിടെ നിർത്തി ഒരു ചായയും പഴംപൊരിയൊക്കെ വാങ്ങി. പിന്നെ വീട്ടിലേക്ക് പാർസലും വാങ്ങി, നെയ്ച്ചോറ് പാർസലും വാങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്.